ഓഗ്ഡൺ സ്റ്റേഷനിൽ നിന്നും വടക്കൻ ദേശത്തേക്ക് യാത്ര തുടങ്ങിയ ട്രെയിൻ ഏതാണ്ട് 1 മണിക്കൂർ സമയം കൊണ്ട് വെബ്ബർ നദിയും കടന്നിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഇപ്പോൾ അവർ 900 മൈൽ സഞ്ചരിച്ചു കഴിഞ്ഞു. അവിടെ നിന്നും ട്രെയിൻ വസാച്ച് റേഞ്ചിനെ മുറിച്ചുകൊണ്ട് കിഴക്കോട്ട് റോക്കി പർവ്വതനിരകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അമേരിക്കൻ റെയിൽവേ എഞ്ചിനീയർമാരെ ഏറ്റവും ബുദ്ധിമുട്ടിച്ച പ്രദേശമാണ് ഇവിടം. സമതല പ്രദേശങ്ങളിൽ ട്രാക്ക് നിർമ്മാണത്തിന് 1 മൈലിന് $16,000 ചിലവ് വന്നപ്പോൾ ഇവിടെ അത് $48,000 ഉയർന്നു. പർവ്വതമടക്കുകൾ വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചിട്ടും അവർ പ്രകൃതിയെ തങ്ങളുടെ വഴിയിലേക്ക് തിരിച്ചുവിടാതെ അതിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ടു പോകാനാണ് ശ്രമിച്ചത്. 14,000 അടി നീളത്തിൽ ഒരു ടണൽ നിർമ്മിച്ചിരുന്നു. ഈ ടണലിലൂടെയുള്ള യാത്ര തികച്ചും നിരുന്മേഷമായിരുന്നു. ഈ റൂട്ടിലെ ഏക ടണലും ഇതുതന്നെയായിരുന്നു. ബിറ്റർ ക്രീക്ക് വാലിയെ ചുറ്റിക്കറങ്ങി അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മുനമ്പിലെത്തി മുകളിലേക്ക് തന്നെ യാത്ര തുടർന്നു. നിരവധി വെള്ളച്ചാട്ടങ്ങൾ അകലെ കാണാനാവും. ഈ കാഴ്ചകളും യാത്രയുടെ മന്ദഗതിയും പാസ്പാർത്തുവിനെ മടുപ്പിച്ചു. ഫിക്സും വല്ലാത്ത സങ്കടത്തിലായിരുന്നു. കാടും മേടും പർവ്വത സാനുക്കളും കടന്നുള്ള തികച്ചും അപകടകരമായ യാത്ര അയാളെ കൂടുതൽ അസ്വസ്ഥനാക്കി. യാത്രക്കിടയിൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് അയാൾ ഭയപ്പെട്ടു. എങ്ങനെയെങ്കിലും ഈ രാജ്യത്തു നിന്നും ബ്രിട്ടീഷ് മണ്ണിൽ എത്തിയാൽ മതിയെന്ന് അയാൾ ആഗ്രഹിച്ചു. രാത്രി 10 മണിക്ക് ട്രെയിൻ ഫോർട്ട് ബ്രിഡ്ജർ സ്റ്റേഷനിലെത്തി. തുടർന്ന് ബിറ്റർ ക്രീക്ക് വാലിയിലൂടെ മുന്നോട്ടു പോയി. ഡിസംബർ 7-ാം തീയതി രാവിലെ ഗ്രീൻ റിവർ സ്റ്റേഷനിൽ 15 മിനിറ്റ് നിർത്തിയിട്ടു. അന്നു രാത്രിയിൽ മഞ്ഞുവീഴ്ച കഠിനമായിരുന്നെങ്കിലും യാത്രയെ കാര്യമായി ബാധിച്ചില്ല. ഉരുക്കുചക്രങ്ങളിൽ ചതഞ്ഞരഞ്ഞ് മഞ്ഞുപാളികൾ കണങ്ങളായി ചിതറിത്തെറിച്ചു. തന്റെ യജമാനൻ തണുപ്പുകാലത്ത് ഇങ്ങനെയൊരു യാത്ര തുടങ്ങിയതിൽ പാസ്പാർത്തുവിന് വല്ലാത്ത ദുഃഖമുണ്ടായിരുന്നു. കുറെ കൂടി അദ്ദേഹം കാത്തിരിക്കേണ്ടതായിരുന്നുവെന്ന് അയാൾക്ക് തോന്നി. ഗ്രീൻ വാലി സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ ഔദ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന യാത്രക്കാരെ ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ ഇറങ്ങിയൊരു യാത്രക്കാരനെ ഔദ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ഫിലാഡൽഫിയയിലെ മീറ്റിംഗ് സ്ഥലത്ത് ഫിക്സിനെ ഇടിച്ചിട്ട ഫോഗുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ട കേണൽ സ്റ്റാം ഡബ്ല്യു പ്രോക്ടർ ആയിരുന്നു അത്. അയാളെ കണ്ടതും ഔദ തന്റെ ഇരിപ്പിടത്തിലേക്ക് ചേർന്നിരുന്നു. ഫീലിയാസ് ഫോഗ് അയാളെ വീണ്ടും കാണരുതേ എന്ന് അവർ ആഗ്രഹിച്ചു. ട്രെയിൻ സ്റ്റേഷൻ വിട്ടതിനു ശേഷമാണ് അവർക്ക് ശ്വാസം തിരിച്ചു കിട്ടിയത്. എന്നാൽ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഫോഗ് ചെറിയ മയക്കത്തിലാണ്. കേണലിനെ കണ്ട കാര്യം ഔദ പറഞ്ഞപ്പോൾ ഫിക്സിന് വിശ്വസിക്കാൻ പ്രയാസം തോന്നി. ഈ മണ്ണിൽ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ അപമാനിച്ച മനുഷ്യനാണ് അയാൾ. കേണലാണോ അല്ലയോ എന്നൊന്നും ഞാൻ നോക്കില്ല, പാസ്പാർത്തു തന്റെ ഭാഗം പറഞ്ഞു. മിസ്റ്റർ ഫിക്സ്, തന്റെ കൂടെയുള്ള ഒരാളിന് അപമാനമുണ്ടായാൽ ഫോഗ് വെറുതെ ഇരിക്കില്ല. എന്നെങ്കിലും വീണ്ടും അമേരിക്കയിലേക്ക് വരാൻ കഴിഞ്ഞാൽ ഇതിന്റെ കണക്ക് അദ്ദേഹം അന്ന് വീട്ടുന്നതായിരിക്കും. ഇപ്പോൾ അയാളെ ഫോഗ് കണ്ടിരുന്നുവെങ്കിൽ അവർ തമ്മിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വാക്കേറ്റം തടയാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേനെ. അദ്ദേഹം ഒരിക്കലും അയാളെ കാണാൻ പാടില്ല. ശരിയാണ് മാഡം, ഒരു വാക്കുതർക്കവും കയ്യാങ്കളിയും എല്ലാം തകർക്കും. ജയിച്ചാലും തോറ്റാലും അത് ഫീലിയാസ് ഫോഗിന്റെ സമയനഷ്ടത്തിന് കാരണമാകും. ഫിക്സ് ഔദയോട് യോജിച്ചു. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ നേട്ടം റിഫോം ക്ലബിലെ മാന്യന്മാർക്കായിരിക്കും കിട്ടുക. പാസ്പാർത്തു തല വെട്ടിച്ച് ഫിക്സിനെ നോക്കി. ഈ സംഭാഷണം ഫോഗിന്റെ ഉറക്കത്തെ തടസ്സപ്പെടുത്തി. അയാൾ ഉണർന്ന് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. ഔദയോ ഫോഗോ കേൾക്കാതെ പാസ്പാർത്തു ഫിക്സിനോട് ചോദിച്ചു, താങ്കൾക്ക് അയാളോട് ഫൈറ്റ് ചെയ്യുവാൻ കഴിയുമോ? അവനെ എങ്ങനെയെങ്കിലും ജീവനോടെ യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ. ഫിക്സിന്റെ മുഖം ദേഷ്യവും സങ്കടവും കൊണ്ട് വലിഞ്ഞു മുറുകി. ഫീലിയാസ് ഫോഗിനെ കമ്പാർട്ട്മെന്റിൽ തന്നെ പിടിച്ചു നിർത്താനും കേണൽ പ്രോക്ടറുമായി കണ്ടുമുട്ടുന്നത് ഒഴിവാക്കാനും എന്താണ് വഴിയെന്ന് ഫിക്സും പാസ്പാർത്തുവും ആലോചിച്ചു. കപ്പലിൽ അദ്ദേഹം മിക്ക സമയവും ചീട്ടുകളിച്ചാണ് സമയം പോക്കിയത്. ട്രെയിനിൽ അത് കഴിയില്ലല്ലോ. അല്പസമയത്തിനു ശേഷം ഫിക്സ് ഫോഗിനോട് പറഞ്ഞു, എത്ര മണിക്കൂറാണ് നമ്മൾ ഈ ട്രെയിനിലിരുന്ന് നരകിക്കുന്നത്? ഇത് തികച്ചും അസഹ്യം തന്നെ. ശരിയാണ്, പക്ഷേ നാം ഇതിനെ നേരിട്ടല്ലേ പറ്റൂ, ഫോഗ് പ്രതികരിച്ചു. താങ്കൾ കപ്പലിൽ സമയം പോക്കിയത് ചീട്ട് കളിച്ചായിരുന്നല്ലോ. അതെ, ഇവിടെ ചീട്ടുമില്ല, കളിക്കാൻ ആളുമില്ല. ചീട്ട് കിട്ടാൻ പ്രയാസമില്ല,
അമേരിക്കയിൽ എവിടെയും ചീട്ടിന് ക്ഷാമം ഉണ്ടാകാനിടയില്ല. പിന്നെ കളിക്കാൻ ആളിനെ കിട്ടുന്ന കാര്യം. ഫിക്സ് ഔദയുടെ മുഖത്ത് നോക്കി. മാഡം, കളിക്കാരെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ? തീർച്ചയായും. എനിക്ക് ചീട്ട് കളിക്കാൻ അറിയാം. ചീട്ടുകളിയും ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഔദ സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. എനിക്കും കളിക്കാൻ അറിയാം. ഇപ്പോൾ തന്നെ നമ്മൾ 3 പേരായി, ഫിക്സ് അറിയിച്ചു. ഫോഗ് സമ്മതിച്ചു. പാസ്പാർത്തു ട്രെയിനിലെ കാര്യസ്ഥനെ അന്വേഷിച്ച് പുറപ്പെട്ടു. വളരെ പെട്ടെന്നു തന്നെ 2 കുത്ത് ചീട്ടും മടക്കി വെക്കാവുന്ന വിധത്തിലുള്ള ഒരു ടേബിളുമായി പാസ്പാർത്തു മടങ്ങിയെത്തി. കളി തുടങ്ങി. ഔദയ്ക്ക് വിസ്റ്റ് കളിക്കുന്നതിൽ നല്ല പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ഫോഗ് ഇടയ്ക്കിടെ ഔദയെ പ്രശംസിക്കുന്നുണ്ട്. ഫിക്സ് ആകട്ടെ ഫോഗിനൊരിക്കലും നല്ലൊരു എതിരാളി ആയിരുന്നില്ല. അദ്ദേഹത്തിന് അവർക്കൊപ്പം എത്താൻ ഒരിക്കലും കഴിഞ്ഞില്ല. 11 മണിക്ക് വണ്ടി ബ്രിഡ്ജർ പാസിലെത്തി. പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും വേർതിരിക്കുന്ന വാട്ടർ ലൈനാണ് ബ്രിഡ്ജർ പാസ്. സമുദ്രനിരപ്പിൽ നിന്നും 7524 അടി ഉയരത്തിലാണ് ഇപ്പോൾ ട്രെയിൻ സഞ്ചരിക്കുന്നത്. റോക്കി പർവ്വതനിരയിലെ റെയിൽവേയുടെ ഏറ്റവും ഉയരമുള്ള ഭാഗമായിരുന്നു അത്. അവിടെ നിന്നും ഏകദേശം 200 മൈൽ ദൂരം കൂടി പിന്നിട്ടപ്പോൾ അറ്റ്ലാന്റിക്കിന്റെ വിശാലമായ സമതല പ്രദേശത്തെത്തി. റെയിൽവേ ട്രാക്കുകൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഇവിടം. ട്രെയിൻ അതിന്റെ പ്രഖ്യാപിത വേഗത്തിൽ ഓടാൻ തുടങ്ങി. അറ്റ്ലാന്റിക് സമതലത്തെ മുറിച്ചുകൊണ്ട് നിരവധി ചെറിയ അരുവികൾ ഒഴുകുന്നു. ഇവയെല്ലാം തന്നെ വടക്കൻ സമതല പ്രദേശത്തിലെ നദികളുടെ പോഷക നദികളാണ്. അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കർട്ടൻ വലിച്ചു കെട്ടിയതുപോലെ റോക്കി പർവ്വതം വടക്ക് കിഴക്കൻ ഭൂപ്രദേശത്തിൽ ആകമാനം പടർന്നു കിടന്നു. പ്രസിദ്ധമായ ലാറാമീക് പർവ്വതനിര ഇവിടെയാണ്. മിസൗറി നദിയുടെ പോഷക നദിയായ അർക്കൻസാസ് നദിയുടെ തീരത്തുകൂടി ട്രെയിൻ മുന്നേറി. 12:30 ഫോർട്ട് ഹാലേക്ക് കണ്ണിൽപ്പെട്ടു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞപ്പോൾ റോക്കി പർവ്വത പ്രദേശം കടന്നുപോയി. യാത്രക്കാർക്ക് ആശ്വാസമായി. ദുർഘടം പിടിച്ച ഈ പ്രദേശം വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചില്ല. മഞ്ഞുവീഴ്ച ഏതാണ്ട് അവസാനിച്ചെങ്കിലും കാലാവസ്ഥ തുടർന്നും തണുത്തതും അന്തരീക്ഷം പൊതുവെ വരണ്ടതുമായി തുടർന്നു. എഞ്ചിന്റെ ശബ്ദം കേട്ട് ഭയന്ന വലിയ പക്ഷികൾ ചിറകടിച്ച് അകലേക്ക് പറന്നുപോയി. വന്യമൃഗങ്ങളുടെ സാന്നിധ്യമില്ലെങ്കിലും ഈ സമതല പ്രദേശം വന്യമായി തന്നെ അനുഭവപ്പെട്ടു. ട്രെയിനിൽ നിന്നും വിതരണം ചെയ്ത ഉച്ചഭക്ഷണം നന്നായിരുന്നു. അത് കഴിച്ചതിനു ശേഷവും ഫോഗും സംഘവും ചീട്ടുകളി തുടർന്നു. പെട്ടെന്നാണ് എഞ്ചിനിൽ നിന്നും ഒരു നീണ്ട ചൂളം വിളി ഉയർന്നു കേട്ടത്. തുടർന്ന് വണ്ടി ഇരമ്പി നിന്നു. പാസ്പാർത്തു ജനലിൽ കൂടി തല പുറത്തേക്കിട്ട് എന്താണ് കാര്യമെന്ന് നോക്കി. ഒന്നും മനസ്സിലായില്ല. സ്റ്റേഷൻ അല്ല എന്ന് വ്യക്തമാണ്. ഫിലിയാസ് ഫോഗ് ട്രെയിനിൽ നിന്നും ഇറങ്ങി കാരണം അന്വേഷിക്കുമോ എന്ന് ഔദയും ഫിക്സും ഭയപ്പെട്ടു. എന്നാൽ ഫോഗ് പാസ്പാർത്തുവിനോട് എന്താണ് പ്രശ്നമെന്ന് തിരക്കി വരാനാണ് പറഞ്ഞത്. പാസ്പാർത്തു ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങി. ഏതാണ്ട് 40ഓളം യാത്രക്കാർ ഇതിനോടകം പുറത്തെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ കേണൽ പ്രോക്ടറും ഉണ്ടായിരുന്നു. ട്രെയിൻ മുന്നോട്ടു പോകില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ട്രാക്കിൽ ചുവന്ന കൊടി സ്ഥാപിച്ചിരിക്കുന്നു. എഞ്ചിൻ ഡ്രൈവറും ഗാർഡും തൊട്ടടുത്ത സ്റ്റേഷനായ മെഡിസിനെ ബോയിൽ നിന്നും സ്റ്റേഷൻ മാസ്റ്റർ അയച്ച ട്രാക്ക് വാച്ച്മാനുമായി സംസാരിക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ യാത്രക്കാരെല്ലാം അവർക്ക് ചുറ്റിനും കൂടി നിന്നു. കേണൽ തന്റെ പരുക്കൻ ശബ്ദവും വികൃതമായ ശരീരചേഷ്ടകളുമായി അടുത്തുതന്നെയുണ്ട്. അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാനായി പാസ്പാർത്തു ചെവി കൂർപ്പിച്ചു. ട്രാക്ക് വാച്ച്മാൻ പറഞ്ഞു, മുന്നോട്ടു പോകാൻ യാതൊരു വഴിയുമില്ല. മെഡിസിൻ ബോയിലെ പാലം ഏതാണ്ട് തകർന്ന അവസ്ഥയിലാണ്. ഈ ട്രെയിനിന്റെ ഭാരം അതിന് താങ്ങാനാവില്ല. ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തിന് ഏതാണ്ട് 1 മൈൽ അകലെയുള്ള വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന തൂക്കുപാലമാണ് തകർന്നത്. വാച്ച്മാൻ പറഞ്ഞത് ആ പാലത്തിനെ താങ്ങി നിർത്തിയിരുന്ന കേബിളുകളിൽ മിക്കതും പൊട്ടിപ്പോയതിനാൽ അത് ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. അതുവഴി ട്രെയിൻ കടന്നുപോകില്ല. ഈ വാർത്ത തന്റെ യജമാനനെ അറിയിക്കാനുള്ള ധൈര്യം പാസ്പാർത്തുവിനുണ്ടായിരുന്നില്ല. അയാൾ അനങ്ങാൻ പോലും ആകാതെ ഒരു പ്രതിമ കണക്കെ നിശ്ചലനായി നിന്നു. കേണൽ അസ്വസ്ഥനായി. ദൈവമേ, ഇവിടെ തങ്ങാനോ? കേണൽ, ഞങ്ങൾ മറ്റൊരു ട്രെയിൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒമേഹ സ്റ്റേഷനിലേക്ക് ടെലഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എത്തിച്ചേരണമെങ്കിൽ കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും എടുക്കും. 6 മണിക്കൂറോ? പാസ്പാർത്തു തലയിൽ കൈവച്ചുപോയി. അതെന്തെങ്കിലും ആകട്ടെ,
ആ സമയം കൊണ്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് നടക്കേണ്ടി വരും, ബാച്ച്മാൻ പറഞ്ഞു. നടന്നോ? എല്ലാ യാത്രക്കാരും ഒരേ സ്വരത്തിൽ ചോദിച്ചു. എത്രമാത്രം ദൂരമുണ്ടാകും? ഒരു യാത്രക്കാരൻ ആരാഞ്ഞു. നദിയുടെ അപ്പുറത്തെത്തണമെങ്കിൽ 12 മൈൽ നടക്കണം. ഈ മഞ്ഞിൽ കൂടി 12 മൈൽ നടക്കാനോ? കേണൽ പ്രോക്ടർ നെറ്റി ചൊളിച്ചു. കേണൽ എല്ലാവരെയും തെറി പറഞ്ഞു. റെയിൽവേ കമ്പനിയെയും ഗാർഡിനെയും അയാൾ വെറുതെ വിട്ടില്ല. പാസ്പാർത്തുവും അയാൾക്കൊപ്പം നിലയുറപ്പിച്ചു. എന്തെല്ലാം പറഞ്ഞാലും പാലം പൊളിഞ്ഞത് നേരെയാകില്ലെന്ന് പാസ്പാർത്തുവിനറിയാം. തന്റെ യജമാനന്റെ ബാങ്ക് നോട്ടുകൾ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാനില്ല. എല്ലാ യാത്രക്കാരും സമയം നഷ്ടമാകുന്നതിനെക്കുറിച്ച് ഓർക്കാതെ പ്രോക്ടറിന്റെ ഒപ്പം ചേർന്ന് ബഹളമുണ്ടാക്കി. മഞ്ഞിൽ കൂടി ഇത്രയും ദൂരം നടക്കേണ്ടത് അനിവാര്യമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അവർ പ്രതികരിച്ചു. പുറത്തെ ബഹളം ചീട്ടുകളിയിൽ വ്യാപൃതനായിരുന്ന ഫീലിയാസ് ഫോഗിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഏതായാലും വിവരം ഫോഗിനെ അറിയിക്കാനായി പാസ്പാർത്തു ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ എഞ്ചിൻ ഡ്രൈവർ, അയാളുടെ പേര് ഫോസ്റ്റർ എന്നാണ്, അമേരിക്കക്കാരനായ അയാൾ ഒച്ച വെച്ചു. പാസ്പാർത്തു കഴുത്ത് തിരിച്ച് അങ്ങോട്ട് നോക്കി. ജെന്റിൽമാൻ, നദി കടക്കാൻ ഒരു ഉപായമുണ്ട്. പാലം കടക്കുന്ന കാര്യമാണോ? ഒരാൾ ചോദിച്ചു. അതെ, പാലം കടക്കുന്ന കാര്യം തന്നെ. നമ്മുടെ ട്രെയിനോടൊപ്പം? അതെ, ട്രെയിനിനൊപ്പം തന്നെ. പാസ്പാർത്തു തിരിഞ്ഞു നിന്ന് ഡ്രൈവറുടെ വാക്കുകൾ ശ്രദ്ധിച്ചു. പക്ഷേ പാലം തകർന്ന അവസ്ഥയിലല്ലേ? ഗാർഡിന് സംശയം തീർന്നില്ല. അതെല്ലാം മറന്നേക്കുക. എൻ്റെ ആശയം ഇതാണ്. ട്രെയിനിനെ അതിൻ്റെ പരമാവധി വേഗത്തിൽ ഓടിച്ചാൽ പാലത്തിനപ്പുറത്ത് എത്താനായേക്കും. കൊള്ളാം, സ്വർഗീയം തന്നെ, പാസ്പാർത്തു പറഞ്ഞു. ഏതാനും യാത്രക്കാർ ഡ്രൈവറുടെ പക്ഷം ചേർന്നു. കേണൽ ഇക്കാര്യത്തിൽ മുന്നിലുണ്ടായിരുന്നു. ഈ ആശയം ഗംഭീരമാണെന്ന് കേണൽ അഭിപ്രായപ്പെട്ടു. ചില മിലിറ്ററി എഞ്ചിനീയർമാർ പാലമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വേഗത കൊണ്ട് നദികൾ കടന്നതിന്റെ കഥകൾ വിളമ്പാനും അയാൾ മറന്നില്ല. അവസാനം എല്ലാവരും ഡ്രൈവറുടെ ഭാഗത്ത് അണിനിരന്നു. ഒരു 50% വിജയസാധ്യതയേ ഉള്ളൂ, ഒരു യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു. 60, മറ്റൊരാൾ തിരുത്തി. 80, 90 ഓരോരുത്തരും മുന്നോട്ട് വന്നു. പാസ്പാർത്തുവിന് വല്ലാത്ത ഭയം തോന്നി. എങ്കിലും മെഡിസിൻ ക്രീക്ക് കടക്കാൻ വേണ്ടി എന്ത് സാഹസത്തിനും അയാൾ ഒരുക്കമായിരുന്നു. യാങ്കികൾ മുന്നോട്ട് വെച്ചതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരഭിപ്രായം അയാൾ മുന്നോട്ട് വെച്ചു. ഈ മനുഷ്യർ ചിന്തിക്കാത്തതും എന്നാൽ കുറച്ചുകൂടി പ്രായോഗികമെന്ന് ബോധ്യപ്പെടാവുന്നതുമായ ഒരെളുപ്പമാർഗമുണ്ട്. അയാൾ അടുത്തുനിന്ന യാത്രക്കാരനോട് പറഞ്ഞു. സർ, എഞ്ചിൻ ഡ്രൈവർ മുന്നോട്ട് വെച്ച ആശയം വളരെയേറെ അപകടകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിനേക്കാൾ... പാസ്പാർത്തുവിനെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കാതെ ആ യാത്രക്കാരൻ പ്രതികരിച്ചു. 80% പ്രതീക്ഷിച്ചാൽ മതി. അയാൾ തിരിഞ്ഞു നടന്നു. എനിക്കറിയാം, ഞാൻ... പാസ്പാർത്തു മറ്റൊരു യാത്രക്കാരന്റെ നേരെ തിരിഞ്ഞു. അയാളും പാസ്പാർത്തുവിനെ പറയാൻ അനുവദിച്ചില്ല. ഇപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല, അതിനുള്ള സമയമല്ല ഇത്. ഡ്രൈവർ ഉറപ്പ് നൽകിയിട്ടുണ്ട് നാം നദി കടന്ന് അപ്പുറത്തെത്തുമെന്ന്. അയാൾ ചുമലുകൾ ഇളക്കി മുഖം തിരിച്ചു. പാസ്പാർത്തു വീണ്ടും മറ്റൊരാളുടെ നേരെ തിരിഞ്ഞു. ഒരുപക്ഷെ ഇതിനേക്കാൾ സുരക്ഷിതം അതായിരിക്കുമെന്ന്. പാസ്പാർത്തു ഇത്രയും പറഞ്ഞതേയുള്ളൂ. അടുത്തുനിന്ന കേണൽ പ്രോക്ടർ തന്റെ തൊള്ള തുറന്നു. സുരക്ഷിതം? അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രെയിനിന്റെ പൂർണ്ണമായ വേഗതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫുൾ സ്പീഡ്. എനിക്കറിയാം, പക്ഷെ ഒന്നുകൂടി നാച്ചുറലായി ചെയ്യാവുന്നത്. പാസ്പാർത്തുവിനെ പറയാൻ അനുവദിക്കാതെ 4 ഭാഗത്തു നിന്നും ആര്, എന്ത്, എങ്ങനെ, അയാളുടെ പ്രശ്നം എന്താണ് നാച്ചുറൽ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ആരുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് പാവം പാസ്പാർത്തുവിന് നിശ്ചയമില്ലാതെ ചുറ്റിനും കണ്ട മുഖങ്ങളിലേക്ക് അയാൾ പരിഭ്രമത്തോടെ നോക്കി. നിങ്ങൾക്ക് പേടിയാണോ? കേണൽ പ്രോക്ടർ പാസ്പാർത്തുവിനെ കളിയാക്കി. എനിക്ക് പേടിയോ? ഞാനൊരു ഫ്രഞ്ചുകാരനാണ്, ഒരു അമേരിക്കക്കാരനല്ല. എല്ലാവരും കയറണം, എല്ലാവരും കയറണം, ഗാർഡ് ഒച്ച വെച്ചു. ശരി ശരി, എല്ലാവരും കയറണം. പാസ്പാർത്തു ഗാർഡിന്റെ വാക്കുകൾ ആവർത്തിച്ചു. വേഗത്തിൽ കയറുക. ആരും എന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല. എന്നാൽ എനിക്കങ്ങനെ ചിന്തിക്കാൻ അവകാശമില്ലെന്ന് ഇവർക്ക് പറയാനാവില്ലല്ലോ. എന്റെ ചിന്ത എന്നെ സംബന്ധിച്ച് ശരി തന്നെയാണ്. യാത്രക്കാർ കാൽനടയായി പാലം കടന്നതിനു ശേഷം ട്രെയിൻ പാലം കടന്നാൽ അത് തന്നെയല്ലേ കൂടുതൽ സുരക്ഷിതം?
ട്രെയിനിൽ കയറുന്നതിനിടെ പാസ്പാർത്തു സ്വയം പറഞ്ഞു. പാസ്പാർത്തുവിന്റെ ബുദ്ധിപരമായ തീരുമാനത്തിന് ചെവി കൊടുക്കാൻ പോലും ആരും തയ്യാറായില്ല. എല്ലാവരും ട്രെയിനിൽ കയറി അവരവരുടെ സീറ്റിലിരുന്നു. പാസ്പാർത്തു ആരോടും ഒന്നും പറഞ്ഞില്ല. ഫോഗും സംഘവും ചീട്ടുകളിയുടെ ത്രില്ലിലാണ്. എഞ്ചിൻ നീണ്ടുനിന്നതും ഭയപ്പെടുന്നതുമായ ചൂളം വിളിച്ചു. എന്നിട്ട് ട്രെയിൻ ഏകദേശം 1 മൈൽ ദൂരം പിന്നിലേക്ക് സഞ്ചരിച്ചു. ഒരു അത്ലറ്റ് ട്രാക്കിൽ മുന്നോട്ടുള്ള കുതിപ്പിന് വേഗത കൂട്ടാൻ പിന്നിലേക്ക് നീങ്ങുന്നത് പോലെയായിരുന്നു അത്. ട്രെയിൻ നിന്നു. ഭയാനകമായ ചൂളം വിളി ഒരിക്കൽ കൂടി ഉയർന്നു. പതുക്കെ മുന്നോട്ട് നീങ്ങിയ ട്രെയിൻ പാളത്തിലൂടെ പറക്കാൻ തുടങ്ങി. എഞ്ചിന്റെ അസാധാരണമായ കിതയ്ക്കൽ ഓരോ യാത്രക്കാർക്കും വ്യക്തമായി കേൾക്കാം. സെക്കൻഡിൽ 20 പ്രാവശ്യമെങ്കിലും പിസ്റ്റൺ പമ്പ് ചെയ്യാൻ തുടങ്ങി. ആക്സിലുകൾ ഗ്രീസുമായി ഉരഞ്ഞ് കരിഞ്ഞ ഗന്ധവും പുകയുമുണ്ടായി. ഭയാനകമായ വേഗതയിൽ ട്രെയിനിന്റെ ഭാരം ചുരുങ്ങി ചുരുങ്ങി വന്നു. ഗുരുത്വാകർഷണത്തെ വേഗത കൊണ്ട് മറികടന്നു. പാലം പിന്നിട്ട് ട്രെയിൻ കുതിച്ചു. യാത്രക്കാർക്കാർക്കും തന്നെ പാലം കാണാൻ കഴിഞ്ഞില്ല. അടുത്ത സ്റ്റേഷനും കഴിഞ്ഞ് 5 മൈലുകൾ കൂടി ഓടിയാണ് ട്രെയിൻ നിന്നത്. ട്രെയിൻ കടന്നുപോയ ഉടൻ തന്നെ മെഡിസിൻ ബോയിലെ തൂക്കുപാലം പൂർണ്ണമായും നിലം പൊത്തി. വൈകുന്നേരം വരെ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടാതെ ട്രെയിൻ യാത്ര തുടർന്നു. സാൻഡേഴ്സ് ഫോർട്ടും ചെയന്നി ചുരവും കടന്ന് ട്രെയിൻ ഇവാൻസ് ചുരത്തിൽ എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്നും 8091 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവാൻസ് ചുരമാണ് ഈ റൂട്ടിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം. ഇവിടെ നിന്നും ഇറക്കമാണ്. വിശാലവും പ്രകൃതി രമണീയവുമായ സമതല പ്രദേശം അറ്റ്ലാന്റിക് തീരം വരെ നീണ്ടുകിടക്കുന്നു. സ്വർണ്ണഖനികൾക്കും വെള്ളിഖനികൾക്കും പേരുകേട്ട നഗരമായിരുന്ന കൊളറാഡോയുടെ ഭാഗമായിരുന്ന ഡെൻവർ ബ്രാഞ്ച് ലൈനിലൂടെയാണ് ഇനിയുള്ള യാത്ര. സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും യാത്ര തിരിച്ച് 72 മണിക്കൂറുകൾ കൊണ്ട് അവർ 1382 മൈൽ ദൂരം പിന്നിട്ടു കഴിഞ്ഞിരുന്നു. 4 പകലും 4 രാത്രിയും കൂടി കഴിഞ്ഞാൽ ന്യൂയോർക്കിൽ എത്തിച്ചേരാം. ഫീലിയാസ് ഫോഗിന്റെ യാത്ര മുൻ നിശ്ചയപ്രകാരം തന്നെയാണ് മുന്നോട്ട് നീങ്ങിയത്. രാത്രിയായപ്പോൾ തന്നെ ട്രെയിൻ ക്യാമ്പ് വാൽബ കടന്നിരുന്നു. വ്യോമിംഗ്, കൊളറാഡോ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിലൂടെയാണ് ട്രെയിൻ ഇപ്പോൾ കടന്നുപോകുന്നത്. 11 മണിക്ക് നെബ്രാസ്കയിലെത്തി. അടുത്ത ദിവസം രാവിലെ 8 മണിക്ക് ഫോർട്ട് മാക്ഫേഴ്സണും പിന്നിട്ടു. അവിടെ നിന്നും ഒമാഹയിലേക്ക് 357 മൈൽ ദൂരമുണ്ട്. 9 മണിക്ക് നോർത്ത് പ്ലാറ്റെ നഗരത്തിലെത്തി. പ്ലാറ്റെ നദിയുടെ കരയിലാണ് ഈ നഗരം. മിസൗറിക്കും ഒമാഹയ്ക്കും ആവശ്യത്തിന് ജലം നൽകുന്നത് പ്ലാറ്റെയാണ്. അങ്ങനെ ഫീലിയാസ് ഫോഗ് 101 ഡിഗ്രി രേഖാംശ രേഖയും കടന്നുപോയി. ഫോഗും സംഘവും ചീട്ടുകളി തുടർന്നു. യാത്രയുടെ ദുരിതങ്ങളൊന്നും അവർ അറിഞ്ഞതേയില്ല. കളിയിൽ ചിലപ്പോഴൊക്കെ ഏതാനും ഗിനിയുടെ വിജയം ഫിക്സിനും ഉണ്ടായി. എന്നാൽ ഫോഗിനെ പോലെ പ്രഗത്ഭനാകാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അന്ന് രാവിലെ മുതൽ ഭാഗ്യം പൂർണ്ണമായും ഫോഗിനൊപ്പമായിരുന്നു. ഫോഗ് തന്റെ തുറുപ്പ് ചീട്ടായ ഇസ്പീഡ് ഇറക്കി കളിക്കാൻ തീരുമാനിച്ചു. ഈ സമയം പിന്നിൽ നിന്നും ഒരു പരുക്കൻ സ്വരം ഉയർന്നു കേട്ടു. ഞാനായിരുന്നുവെങ്കിൽ ഈ സമയം ഡൈമനെ ഇറക്കി കളിക്കൂ. ശബ്ദം കേട്ട് ഫോഗും ഫിക്സും ഔദയും തല ഉയർത്തി നോക്കി. തൊട്ടു പിന്നിൽ കേണൽ പ്രോക്ടർ നിൽക്കുന്നു. ഫോഗും പ്രോക്ടറും പെട്ടെന്നു തന്നെ പരസ്പരം തിരിച്ചറിഞ്ഞു. ഹാ ലിമേ, നിങ്ങളായിരുന്നു. നിങ്ങൾ ഇസ്പീഡ് ഇറക്കി കളിക്കാൻ പോവുകയാണോ? കേണൽ അത്ഭുതത്തോടെ ചോദിച്ചു. ഫീലിയാസ് ഫോഗ് തണുപ്പൻ മട്ടിൽ മറുപടി പറഞ്ഞു. അതെ, ഞാൻ തന്നെ. എന്നിട്ട് ഇസ്പീഡ് 10 ഇറക്കി കളിച്ചു. നന്നായി, എനിക്ക് സന്തോഷം. ഡയമണ്ട് ഇറക്കി കളിക്കാനാണ്. പ്രോക്ടർ തന്റെ പരുക്കൻ സ്വരം ആവർത്തിച്ചു. എന്നിട്ട് ഫീലിയാസ് ഫോഗ് നിലത്തിറക്കിയ ചീട്ട് അയാൾ കയ്യിലെടുത്തു. നിങ്ങൾക്ക് ചീട്ട് കളിക്കാൻ അറിയത്തില്ല. അയാൾ തന്റെ പരുക്കൻ സ്വരം അല്പം കൂടി ഉയർത്തി. പല്ലുകൾ മുഴുവൻ പുറത്തു കാണിച്ചു. കുപിതനായ ഫോഗ് ചാടി എഴുന്നേറ്റു. എനിക്കെന്തെല്ലാം കഴിവുകളുണ്ടെന്ന് കാണിച്ചു തരാം, ഫോഗ് പറഞ്ഞു. എങ്കിൽ താൻ അതൊക്കെയൊന്ന് കാണിക്കൂ, ജോൺ ബുള്ളിന്റെ സന്തതി. അയാൾ ഫോഗിനെ വെല്ലുവിളിച്ചു. ഔദ വിളറി വെളുത്തു. അവരുടെ ശരീരത്തിലെ മുഴുവൻ രക്തവും ഹൃദയത്തിലേക്ക് ഇരച്ചു കയറി. അവർ ഫോഗിന്റെ കയ്യിൽ കടന്നു പിടിച്ച് പിന്നോട്ട് വലിച്ചു. ഫോഗ് സ്നേഹപൂർവ്വം അവരുടെ കൈ തട്ടിമാറ്റി. വികൃതമായ ശരീരവും അരോചകമായ ശബ്ദവുമുള്ള ഈ അമേരിക്കനെ പുറത്തേക്ക് വലിച്ചെറിയാൻ തയ്യാറായി പാസ്പാർത്തു നിന്നു. ഫിക്സ് ചാടി എഴുന്നേറ്റ്
പ്രോക്ടറെ നേരിട്ടു. സർ, നമ്മൾ തമ്മിലാണെന്ന് പ്രശ്നമുണ്ടായതെന്ന് താങ്കൾ ഓർക്കണം. അന്ന് നിങ്ങൾ എന്നെ അപമാനിക്കുക മാത്രമല്ല, കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. മിസ്റ്റർ ഫിക്സ്, താങ്കൾ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാനും അയാളും തമ്മിലുള്ള പ്രശ്നമാണ്. ഞാൻ ഇസ്പേഡ് ഇറക്കി കളിച്ചപ്പോൾ എനിക്ക് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ അയാൾ വീണ്ടും അപമാനിച്ചു. അതിന്റെ കാരണം അയാൾ വ്യക്തമാക്കിയേ മതിയാകൂ. പ്രോക്ടർ വീണ്ടും പരുഷമായ വാക്കുകൾ പുറത്തെടുത്തു. ഫോഗിനെ പിന്തിരിപ്പിക്കാൻ ഔദ വീണ്ടും ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഫിക്സ് അത് ഏറ്റെടുക്കാൻ വീണ്ടും ശ്രമിച്ച് പരാജിതനായി. പാസ്പാർത്തു കേണലിനെ തന്റെ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് വാതിൽ ഭാഗത്തേക്ക് തള്ളിമാറ്റി. എന്നാൽ ഫോഗ് ഇടപെട്ട് പാസ്പാർത്തുവിനെ പിന്തിരിപ്പിച്ചു. ഫീലിയാസ് ഫോഗ് പുറത്തേക്കിറങ്ങി. അമേരിക്കനും അയാളെ പിന്തുടർന്നു. ഫോഗ് തന്റെ ശത്രുവിന് നേരെ തിരിഞ്ഞു. സർ, വളരെ തിരക്കിട്ട് ഞാൻ യൂറോപ്പിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഉണ്ടാകുന്ന ഏതൊരു കാലതാമസവും എന്റെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയേക്കും. അതിനെനിക്കെന്താണ് കാര്യം? അയാൾ വിടാൻ ഭാവമില്ല. ഫോഗ് അല്പം വിനയം നടിച്ചു. സർ, നമ്മൾ തമ്മിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഏറ്റുമുട്ടിയതിനു ശേഷം ഞാൻ തീരുമാനിച്ചതാണ്, എന്റെ യാത്രാ പദ്ധതി പൂർത്തിയാക്കിയതിനു ശേഷം താങ്കളെ കാണാനായി ഞാൻ അമേരിക്കയിലേക്ക് വീണ്ടും വരണമെന്ന്. തീർച്ചയായും? അയാൾക്ക് സംശയമായി. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുന്നതിനായി ഒരു 6 മാസത്തെ സമയം എനിക്ക് അനുവദിച്ചാൽ മതി, ഫോഗ് പറഞ്ഞു. 6 വർഷമല്ലല്ലോ. ഞാൻ ആവശ്യപ്പെട്ടത് വെറും 6 മാസമാണ്. അതിനുള്ളിൽ ഞാൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കും. നിങ്ങൾ എന്നെ മണ്ടനാക്കാനാണ് നോക്കുന്നത്. പ്രോക്ടർ തന്റെ വൃത്തികെട്ട ചിരി പുറത്തു കാണിച്ചു. താങ്കൾ എന്തു വേണമെങ്കിലും വിചാരിച്ചു കൊള്ളുക. ആട്ടെ, താങ്കൾ ന്യൂയോർക്കിലേക്കാണോ? ഫോഗ് രംഗം ശാന്തമാക്കാനായി ശ്രമിച്ചു. അല്ല. ചിക്കാഗോ? അല്ല. ഒമാഹ? നിങ്ങൾക്കത് പറയാനാവില്ല. നിങ്ങൾ പ്ലം ക്രീക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? കേണൽ ചോദിച്ചു. ഇല്ല എന്ന് ഫോഗ് മറുപടി പറഞ്ഞു. അടുത്ത സ്റ്റേഷൻ അതാണ്. 1 മണിക്കൂറിനുള്ളിൽ ട്രെയിൻ അവിടെ എത്തും. 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. അതിനുള്ളിൽ ഏതാനും വെടിയുണ്ടകൾ ഉതിർക്കാൻ നമുക്ക് സമയമുണ്ട്. എങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. പ്ലം ക്രീക്കിൽ ഞാനും ഇറങ്ങാം. ഫോഗ് സ്വരം കടുപ്പിച്ചു. നിങ്ങൾ അവിടെ ഇറങ്ങുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ആ അമേരിക്കക്കാരൻ അവിശ്വാസപൂർവം ഫോഗിനെ നോക്കി. നിങ്ങൾക്കത് ബോധ്യമാകും സർ. ഇത്രയും പറഞ്ഞിട്ട് അസാധാരണമായി ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തിൽ ഫോഗ് തന്റെ ഇരിപ്പിടത്തിൽ തിരിച്ചെത്തി. ഫീലിയാസ് ഫോഗ് ഔദയെ സമാധാനിപ്പിച്ചു. ഒന്നുകൊണ്ടും ഭയപ്പെടരുതെന്ന് നിർദ്ദേശം നൽകി. ഫിക്സ് ആവശ്യമെന്ന് കണ്ടാൽ രണ്ടാമനായി രംഗത്തെത്തണമെന്ന് നിർദ്ദേശിച്ചു. ഫിക്സ് അത് അംഗീകരിച്ചു. ഫീലിയാസ് ഫോഗ് ഇസ്പേഡ് ഉപയോഗിച്ചുള്ള തന്റെ ചീട്ടുകളി തടസ്സമില്ലാതെ ശാന്തതയോടെ തുടർന്നു. 11 മണിക്ക് എഞ്ചിൻ നീണ്ട ചൂളംവിളി നടത്തി. ട്രെയിൻ പ്ലം ക്രീക്ക് സ്റ്റേഷനിലേക്ക് എത്തി. ഫീലിയാസ് ഫോഗ് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ഫിക്സ് അയാളെ പിന്തുടർന്നു. 2 പോക്കറ്റിലും റിവോൾവറുകളും തിരുകി പാസ്പാർത്തുവും അവരെ പിന്തുടർന്നു. വിളറി വെളുത്ത് ഒരു മൃതശരീരം കണക്കെ ഔദ തന്റെ സീറ്റിൽ ചാരിയിരുന്നു. അടുത്ത വാതിലിലൂടെ പ്രോക്ടറും അയാളുടെ അതേ ശരീരപ്രകൃതമുള്ള അനുയായിയും പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. ഫീലിയാസ് ഫോഗും പ്രോക്ടറും ട്രാക്കിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഗാർഡ് ഓടിയെത്തി വിലക്കി. സർ, ഇവിടെ ഇറങ്ങരുത്. എന്തുകൊണ്ട്? പ്രോക്ടർ ഒച്ച ഉയർത്തി. ട്രെയിൻ ഇപ്പോൾ തന്നെ 20 മിനിറ്റ് വൈകിയിരിക്കുന്നു. അതിനാൽ ഇവിടെ അധിക സമയം തങ്ങാനാവില്ല. ഉടൻ പുറപ്പെടണം, ഗാർഡ് അറിയിച്ചു. ഈ മാന്യനുമായി എനിക്ക് ഏറ്റുമുട്ടണമല്ലോ. എന്നോട് ക്ഷമിക്കണം സർ. ഇപ്പോൾ തന്നെ പുറപ്പെടാനുള്ള ബെല്ല് മുഴങ്ങും. ഗാർഡ് ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ബെല്ല് മുഴങ്ങിയിരുന്നു. ട്രെയിൻ മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തു. എന്റെ ക്ഷമാപണം അങ്ങ് സ്വീകരിക്കണം. മറ്റേതൊരു സാഹചര്യത്തിലായിരുന്നുവെങ്കിലും ഞാൻ സന്തോഷത്തോടെ അങ്ങയുടെ ആഗ്രഹത്തിന് വഴങ്ങിയേനെ. ഈ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. അല്ല, എന്തുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിനിനുള്ളിൽ നിന്ന് ഏറ്റുമുട്ടിക്കൂടാ? ഒരുപക്ഷെ എന്റെ എതിരാളിക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, പ്രോക്ടർ ഗാർഡിനോട് പറഞ്ഞപ്പോൾ ഫീലിയാസ് ഫോഗ് ഇടപെട്ടു. തീർച്ചയായും ഞാനത് ഇഷ്ടപ്പെടുന്നു സർ. ഇക്കാണുന്നതാണോ ശരിക്കും അമേരിക്ക? കൊള്ളാം, ആ ഗാർഡ് ശരിക്കും ഒരു മാന്യൻ തന്നെ, പാസ്പാർത്തു മനസ്സിൽ പറഞ്ഞു. ഗാർഡ് മുന്നിൽ നടന്നു. ഫീലിയാസ് ഫോഗും പ്രോക്ടറും അവരുടെ സഹായികളും ഗാർഡിനെ പിന്തുടർന്നു. ഇടനാഴിയിലൂടെ നടന്ന് ആ സംഘം ട്രെയിനിന്റെ ഏറ്റവും പിന്നിലെത്തി.
അവിടെ വളരെ കുറച്ച് യാത്രക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ രണ്ട് മാന്യന്മാരായ മനുഷ്യർക്ക് നേരിട്ട് പറഞ്ഞു തീർക്കേണ്ടതായ എന്തോ തർക്കമുണ്ട്. നിങ്ങളെല്ലാവരും കുറച്ചു സമയത്തേക്ക് ഒന്ന് ഒഴിഞ്ഞു തരാൻ ദയവുണ്ടാകണം, ഗാർഡ് യാത്രക്കാരോട് പറഞ്ഞു. അവർ അതനുസരിച്ചു. ഫീലിയാസ് ഫോഗും പ്രോക്ടറും 50 അടി വിസ്തീർണമുണ്ടായിരുന്ന ആ കമ്പാർട്ട്മെന്റിൽ നേർക്കുനേർ ഇരുന്നു. വാതിലുകൾ അടച്ചു. രണ്ടുപേരുടെ കയ്യിലും തോക്കുകൾ എപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കത്തക്ക വിധം സജ്ജമായിരുന്നു. എഞ്ചിനിൽ നിന്നും ചൂളം വിളി ഉയർന്ന സമയത്തു തന്നെ വെടിയൊച്ച ഉയർന്നു. പുറത്ത് മിടിക്കുന്ന ശബ്ദത്തോടെ ഫിക്സും പാസ്പാർത്തുവും കാത്തുനിന്നു. പെട്ടെന്നാണ് പുറത്തുനിന്നും ഒരലർച്ച ഉയർന്നു കേട്ടത്. അലർച്ചയും കരച്ചിലും വെടിയൊച്ചയും നിലവിളിയും എല്ലാം ഒന്നിച്ച് കടന്നു വന്നു. വെടിയൊച്ച കേട്ടത് അടച്ചിട്ട കമ്പാർട്ട്മെന്റിൽ നിന്നും അല്ലെന്ന് പാസ്പാർത്തുവിനും ഫിക്സിനും പെട്ടെന്ന് മനസ്സിലായി. ട്രെയിനിന്റെ മുൻഭാഗത്തും മധ്യത്തിലുമാണ് അലർച്ചയും വെടിയൊച്ചയും കരച്ചിലും കേൾക്കുന്നത്. കേണലും ഫോഗും അടച്ചിട്ട കമ്പാർട്ട്മെന്റിൽ നിന്നും റിവോൾവറും കയ്യിൽ പിടിച്ചുകൊണ്ട് തിടുക്കത്തിൽ പുറത്തേക്ക് വന്നു. അവർ കരച്ചിലും വെടിയൊച്ചയും കേട്ട ഭാഗത്തേക്കോടി. സിയൂക്സ് വർഗക്കാരായ ഒരു കൂട്ടം മനുഷ്യർ ട്രെയിൻ ആക്രമിച്ചതാണെന്ന് അവർക്ക് പെട്ടെന്ന് മനസ്സിലായി. റെഡ് ഇന്ത്യക്കാരായ സിയൂസുകൾ ട്രെയിൻ ആക്രമിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. അസാധാരണ ധൈര്യശാലികളായ ഇവർ ഇതിനു മുൻപ് പലതവണ ട്രെയിൻ ആക്രമിച്ച് കൊള്ളയും കൊലയും നടത്തുകയും യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 500ഉം 1000ഉം വരുന്ന സംഘങ്ങളായിട്ടാണ് ഇവർ എത്തുന്നത്. സർക്കസ് കോമാളികൾ ഓടുന്ന കുതിരപ്പുറത്ത് ചാടിക്കയറുന്നത് പോലെ പായുന്ന ട്രെയിനിലേക്ക് അനായാസേന ഇവർ കുരങ്ങന്മാരെ പോലെ ചാടിക്കയറുന്നു. തോക്കുൾപ്പെടെയുള്ള ആയുധങ്ങളുമായിട്ടാണ് ഇവർ ആക്രമണം നടത്തുന്നത്. യാത്രക്കാരിൽ മിക്കവാറും എല്ലാവരുടെ കയ്യിലും റിവോൾവർ ഉണ്ടാകും. അവർ തങ്ങളുടെ റിവോൾവറിൽ നിന്നും വെടിയുതിർത്ത് പ്രതിരോധിക്കും. ട്രെയിനിൽ കടന്നയുടൻ അവരിൽ ചിലർ എഞ്ചിൻ മുറിയിൽ കയറി ഡ്രൈവറെയും അസിസ്റ്റന്റിനെയും അടിച്ച് ബോധം കെടുത്തി. സിയൂക്ക് സംഘത്തലവൻ എഞ്ചിൻ ഓഫാക്കാൻ നടത്തിയ ശ്രമം വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ട്രെയിൻ എങ്ങനെയാണ് നിർത്തേണ്ടതെന്ന് അയാൾക്കറിയില്ലായിരുന്നു. കണ്ണിൽ കണ്ട ലിവറുകളെല്ലാം അയാൾ പിടിച്ചു വലിക്കുകയും അടയ്ക്കുകയും ചെയ്തു. സ്റ്റീം വാൽവ് അടഞ്ഞിരുന്നത് തുറന്നുവെച്ചു. അതിന്റെ ഫലമായി ട്രെയിനിന്റെ വേഗത വർദ്ധിക്കുകയും അപകടകരമായ വിധം വേഗത്തിൽ ട്രെയിൻ ഓടാൻ തുടങ്ങുകയും ചെയ്തു. ഈ സമയത്ത് സിയൂക്സുകൾ ട്രെയിനിൽ അക്രമവും കൊള്ളയും തുടർന്നു. കുരങ്ങന്മാരെ പോലെ ട്രെയിനിന്റെ മുകളിൽ കൂടി ഓടുകയും കമ്പാർട്ട്മെന്റുകളിൽ അക്രമം നടത്തുകയും യാത്രക്കാരുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ലഗേജ് വാൻ പൂർണ്ണമായും കൊള്ളയടിച്ചു. യാത്രക്കാരുടെ കൈവശമുണ്ടായിരുന്ന പെട്ടികളും ബാഗുകളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. കരച്ചിലും വെടിയൊച്ചയും തുടർന്നു. മണിക്കൂറിൽ 100 മൈൽ എന്ന കണക്കിലേക്ക് ട്രെയിനിന്റെ വേഗത എത്തി. യാത്രക്കാർ കയ്യിൽ കിട്ടിയ എന്തും ആയുധമാക്കി കൊള്ളക്കാരെ നേരിടുന്നുണ്ട്. തുടക്കത്തിൽ ഔദ നല്ല ധൈര്യം പ്രകടിപ്പിച്ചു. ഫീലിയാസ് ഫോഗ് നൽകിയിരുന്ന റിവോൾവർ ഉപയോഗിച്ച് അക്രമികളെ വെടിവെച്ചു. തകർന്ന വാതിലുകളുടെ വിടവിലൂടെ വെടിയുതിർത്ത് അവർ ഒരു നായികയെ പോലെ പെരുമാറി. നിരവധി സിയൂക്സുകൾ മുറിവേറ്റ് ട്രാക്കിലേക്ക് വീണ് കഷ്ണങ്ങളായി ചിതറിത്തെറിച്ചു. നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റു. മൂർച്ചയേറിയ ആയുധങ്ങളേറ്റതോ വെടിയുണ്ട തുളച്ചതോ ആയിരുന്നു മുറിവുകളിൽ അധികവും. ഏതാണ്ട് 10-15 മിനിറ്റ് നേരം പൊരിഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രശ്നം അതല്ല. ട്രെയിൻ നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് സിയൂക്സുകളുടെ അന്തിമ വിജയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. കിയർണി ഫോർട്ട് സ്റ്റേഷനിലേക്കുള്ള ദൂരം ഇനി 2 മൈൽ മാത്രമാണ്. അമേരിക്കൻ സൈനികരുടെ താവളവും അവിടെയുണ്ട്. ട്രെയിൻ അവിടെ നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ അപകടമാണ്. അതിനടുത്തുള്ള പ്രദേശങ്ങൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഫീലിയാസ് ഫോഗും ഗാർഡും ഏതാണ്ട് അടുത്തടുത്തു നിന്നാണ് അക്രമികളെ നേരിട്ടിരുന്നത്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു വെടിയുണ്ട തുളഞ്ഞു കയറി ഗാർഡ് നിലം പതിച്ചു. നിലത്ത് കിടന്നുകൊണ്ട് അയാൾ അലറി വിളിച്ചു, 5 മിനിറ്റിനുള്ളിൽ ട്രെയിൻ നിർത്താനായില്ലെങ്കിൽ നാം എല്ലാം തുലഞ്ഞത് തന്നെ. അത് ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഫീലിയാസ് ഫോഗ് മുന്നോട്ട് നടക്കാനാഞ്ഞു. എന്നാൽ പാസ്പാർത്തു അയാളെ തടഞ്ഞു. സർ, ഇക്കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞിട്ട് പാസ്പാർത്തു സിയൂക്സികളുടെ കണ്ണു വെട്ടിച്ച് ഒരു വാതിൽ വലിച്ചു തുറന്ന് ട്രെയിനിന്റെ അടിഭാഗത്തേക്ക് ഇഴഞ്ഞിറങ്ങി. അയാളെ തടയണമെന്ന് ഫീലിയാസ് ഫോഗ് ആഗ്രഹിച്ചെങ്കിലും എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുൻപ് തന്നെ പാസ്പാർത്തു പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. അകത്ത് യുദ്ധം തുടരുകയാണ്. പാസ്പാർത്തുവിന്റെ തലയ്ക്ക് മുകളിൽ വെടിയുണ്ടകൾ പരക്കം പായുന്നു. പാസ്പാർത്തു ആകട്ടെ അള്ളിപ്പിടിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള തന്റെ പ്രാഗൽഭ്യം പുറത്തെടുത്തു.
ചെയിനുകളിൽ തൂങ്ങിയും ട്രെയിനിന്റെ അടിഭാഗത്തുള്ള ലിവറുകളിൽ ചവിട്ടിയും കമ്പാർട്ട്മെന്റുകളിൽ നിന്നും കമ്പാർട്ട്മെന്റുകളിലേക്ക് പാസ്പാർത്തു ഇഴയുകയാണ്. അങ്ങനെ അയാൾ എഞ്ചിൻ റൂമിന് സമീപമെത്തി. പക്ഷേ മുകളിലേക്ക് കയറാൻ ഒരു വഴിയും കണ്ടില്ല. പാസ്പാർത്തു സമയം പാഴാക്കിയില്ല. ഒരു കൈകൊണ്ട് ലഗേജ് വാനിന്റെ അടിവശത്തെ കമ്പിയിൽ മുറുകെ പിടിച്ച് അതിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് ട്രെയിനിന്റെ സുരക്ഷാ ചങ്ങല ആദ്യം സ്വതന്ത്രമാക്കി. എഞ്ചിൻ അതിവേഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ എഞ്ചിനെയും കമ്പാർട്ട്മെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങലയുടെ ക്ലിപ്പിംഗ് പിൻ ഊരിയെടുക്കുകയെന്നത് സാഹസികമായ ഒരു പണി തന്നെയായിരുന്നു. പിന്നുകൾ ഊരുമാറ്റിയതോടെ എഞ്ചിനും കമ്പാർട്ട്മെന്റുകളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. എഞ്ചിൻ അതിശക്തമായി മുന്നോട്ടു നീങ്ങി. കമ്പാർട്ട്മെന്റുകൾ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി വേഗത കുറഞ്ഞു. ഇതിനോടകം തന്നെ അതിന്റെ ബ്രേക്കുകൾ സ്വയം പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. കിയാർണി ഫോർട്ട് സ്റ്റേഷൻ ഏതാണ്ട് 100 അടി അകലെ വെച്ച് തന്നെ ട്രെയിൻ നിശ്ചലമായി. വെടിയൊച്ചകൾ കേട്ടിരുന്നതിനാൽ സൈനികർ ട്രെയിനിലേക്ക് കുതിച്ചെത്തി. എന്നാൽ അതിനു മുമ്പ് തന്നെ സിയൂക്സുകൾ രക്ഷപ്പെട്ടിരുന്നു. വെടിയൊച്ച കേട്ടിരുന്നതിനാൽ സൈനികർ ട്രെയിനിലേക്ക് കുതിച്ചെത്തി. എന്നാൽ അതിനു മുൻപ് തന്നെ സിയൂക്സുകൾ രക്ഷപ്പെട്ടിരുന്നു. യാത്രക്കാരെ എല്ലാവരെയും തിരിച്ചറിയുന്നതിനായി പ്ലാറ്റ്ഫോമിലേക്ക് വിളിപ്പിച്ചു. ആവശ്യമുള്ളവർക്ക് വൈദ്യസഹായം നൽകി. അവസാനം യാത്രക്കാരുടെ കണക്കെടുത്തപ്പോൾ 3 പേരെ കാണാനില്ലെന്ന് ബോധ്യമായി. ആ കാണാതായവരിൽ ഒരാൾ ധീരനും സാഹസികനും അവരുടെയെല്ലാം ജീവൻ രക്ഷിച്ചവനുമായ ആ ഫ്രഞ്ചുകാരനായിരുന്നു. അതെ, ഫീലിയാസ് ഫോഗിന്റെ ഭൃത്യൻ പാസ്പാർത്തുവിനെയും കാണാനില്ലായിരുന്നു.